ശരിക്കും ഈ ജോർഡാനിലെ മണ്ണെന്ന് പറഞ്ഞു കൈ മുറിഞ്ഞ് കേട്ടോ. കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ ഗാർഡൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് എൻ്റെ ഓഫീസിലുള്ള ഒരു ഗാർഡനാണിത്. അത് നിറയെ റോസയും, അതായത് സമ്മറായപ്പോൾ എൻ്റെ പൊന്നേ ഭ്രാന്ത് പിടിച്ചു എൻ്റെ റോസയ്ക്ക്. ഒന്നും നോക്കിയില്ല, നോക്കി അങ്ങ് പിടിച്ച് കിടക്കുന്ന കേട്ടോ എൻ്റെ റോസ. രണ്ട് മാതിരി പൂത്തിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ പട്ട് പോലത്തെ റോസ. ഇതാണ് പട്ട് റോസ എന്ന് നമുക്ക് പറയാം കേട്ടോ. പട്ട് പോലെ കോല പോലെ പിടിച്ച് കിടക്കുന്ന റോസാപ്പൂവാണ്. മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മണമൊന്നുമില്ല. ഭംഗിയിൽ ഇവരെ തോപ്പിക്കാനായിട്ട് ആരുമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്കിവിടുത്തെ റോസ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ജോർഡാനിലെ റോസ കാണുമ്പോഴത്തേക്ക് എന്ത് വലിയ പൂക്കളാണെന്നറിയോ. വലിയ വളമൊന്നും ചെയ്യണ്ട. ഇത് കണ്ടോ, നല്ല മൊസേക്ക് പോലത്തെ റോസ. മഞ്ഞ കളറും റെഡ് കളറും കൂടെ ചേർന്നിട്ട് ബഡ് ചെയ്തെടുത്ത ഒരു റോസയാണ്. അതിൻ്റെ പൂവുണ്ടോ, റെഡും യെല്ലോയും കൂടെ ചേർന്നിട്ടാണ്. ഇതൊക്കെ നമ്മളെ പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ അവരൊക്കെ തന്നെയാണ് രാജാവ്. അതിൽ വേറെ ഒന്നും പറയാനില്ല. ഈ രാവിലെ ഞാൻ എന്നും ചെന്ന് കഴിഞ്ഞാൽ അതിനെയെല്ലാം തൊട്ട് തലോടി ആണ് പോകുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് രസമെന്ന് നോക്കിയാൽ. ഇതൊരു വൈറ്റ് റോസയാണ്. ഈ റോസ് നല്ല വലിയ റോസയാണ്. ഒരു ചെടിച്ചട്ടിയിൽ നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ തണ്ടുകളും മൊട്ട് വന്ന് പൂത്തിരിക്കും. ഈ സമ്മറിലാണ് കൂടുതൽ പൂക്കൾ. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഒന്നോ രണ്ടോ പൂക്കളാണ് ഉണ്ടാവുന്നത്. സമ്മറിൽ പിന്നെ ഇതിന് വലിയ വളമൊന്നും വേണ്ട. ഇവിടുത്തെ മണ്ണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളുള്ളതാണ് ജോർദാൻ്റെ മണ്ണ്. അത് ശരിക്കും എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഓരോ ഇതിലൊന്നും ഞാൻ വലിയ വളമൊന്നും ചെയ്തിട്ടില്ല. ഈ റോസയ്ക്ക് തണ്ട് കട്ട് ചെയ്ത് നട്ടു, പിന്നെ കുറച്ച് മുട്ടത്തോടും ഇട്ട് കൊടുത്തു, തേയിലപ്പൊടിയും. അത് തന്നെയാണ് വളം. അല്ലാണ്ട് ഞാൻ ഒരു വളവും ഇതിനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടുത്തെ മണ്ണ് തന്നെയാണ് കേട്ടോ. മണ്ണിൽ പറയാതിരിക്കാൻ വയ്യ. നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. പക്ഷേ ഇതിൻ്റെ റോസയ്ക്കെല്ലാം വേറൊരു അസുഖം വരുന്നുണ്ട്. അത് ഇനിയിപ്പോൾ എൻ്റെ ഈ പൂക്കളെല്ലാം തീർന്നതിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് ഒരു ആ പച്ചയൊന്ന് മാറിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ ചെറിയതായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് എന്തോ പ്രാണി വന്ന് പറ്റിയിട്ട് ഇതിനുണ്ടാകുന്ന ഒരു സംഭവമാണ്. അതുപോലെ വേറൊരു പീച്ചും അല്ല റെഡും അല്ലാത്ത ഒരു ടൈപ്പ് റോസയാണ് ഇത്. ഈ മുട്ട് വരുമ്പോൾ നിറയെ മുട്ട് വന്ന് പിടിക്കും. ഞാനൊന്ന് നോക്കി, എൻ്റെ കയ്യിൽ മുള്ളൊക്കെ ഒന്ന് ടച്ച് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പനിനീർ റോസയാണ് കേട്ടോ. പനിനീർ എന്ന് പറഞ്ഞാൽ നല്ല പനിനീറിൻ്റെ മണമാണ്. ഞാൻ ഇതിൽ നിന്ന് റോസാപ്പൂ പറിച്ചിട്ട് വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നത്തേക്ക് ആ മണം, നല്ല മണമാണ് ആ വെള്ളം. അത് നമുക്ക് റോസ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം. കൂടുതൽ ദിവസം ഇട്ടേക്കരുത്. ഒറ്റ ദിവസം മാത്രമേ ഈ റോസ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പം നല്ല റോസ് വാട്ടർ നമുക്ക് കിട്ടും. അത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ചെയ്യണ ബോട്ടിലൊക്കെ നിറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നാച്ചുറലായിട്ടുള്ള റോസ് വാട്ടറിന് നമുക്ക് കിട്ടും. അതിൻ്റെ ചുവട് നോക്കി ഒരുപാട് ശിഖരങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മുളച്ച്. ഒരു കമ്പാണ് നട്ടത്. ഒരു കമ്പ് നടുമ്പോൾ തന്നെ ഇത് നിറഞ്ഞു വരും. ഞാൻ നട്ടേക്കുന്നതാണെങ്കിൽ പോലും വലിയ കോസ്റ്റ് കുറഞ്ഞിട്ടുമാണ്. ഈ വേസ്റ്റായിട്ട് ഡബ്ബ എടുത്തിട്ടാണ് അതിൽ മണ്ണ് നിറച്ച് അടിയിൽ ഹോൾ ഇട്ടിട്ടാണ് ഈ റോസാ കമ്പുകളെല്ലാം വെട്ടി നട്ടേക്കുന്നത്. നമുക്ക് ഒരു ചെടി മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ഇങ്ങനെ വെട്ടി വെട്ടി നടാൻ പറ്റും. ഇതും വേറൊരു കളറാണ്. ഇത് നമുക്ക് കാണുമ്പോൾ എല്ലാം റോസ് കണക്ക് തോന്നും. പക്ഷേ റോസ് അല്ല, റെഡ് കളറല്ല, വെറൈറ്റി കളറുകളാണ്. അത് നമുക്ക് നാച്ചുറലായിട്ട് കാണുമ്പോഴേ നമുക്കത് ശരിക്കും അറിയാൻ പറ്റും. ഓരോ ഇതളിൻ്റെയും വലിപ്പം കണ്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ റോസാപ്പൂക്കൾ. ഇത് ഒരു പിങ്കും ഒരു റെഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു റോസയാണ്. ഇതിൻ്റെ പൂ വിരിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം മൊട്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കിളിക്കൂടും എനിക്കുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മൂടിപ്പൊതിച്ചൊക്കെ വെച്ചേക്കുവാണ് കിളികളെല്ലാം. വിൻ്റർ ആകുമ്പോഴത്തേക്ക് കിളികളൊക്കെ കുറേ ചത്തുപോയി. എനിക്കത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കിളിയാണ് മേടിച്ച് വച്ചത്. പിന്നെ ഇതെല്ലാം നിറയെ മുട്ടയിട്ട് വിരിഞ്ഞ് വന്നതായിരുന്നു. നല്ല തണുപ്പായപ്പം ഞങ്ങൾ ഇതിനെയൊക്കെ മൂടി വച്ചു. എങ്കിൽ പോലും എന്താണെന്നറിയില്ല, പാവം എല്ലാം കുറേയൊക്കെ ചത്തുപോയി. അപ്പം ഇതൊക്കെ ഒരു രസമാണല്ലോ. നമുക്ക് ഓഫീസിലൊക്കെ ആണെങ്കിലും ടെൻഷൻ അടിച്ചിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വന്ന് ഇവരെയൊക്കെ കണ്ട് വർത്തമാനം പറയുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ജെറേനിയത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഇതെല്ലാം എൻ്റെ ഓഫീസിലെ തോട്ടത്തിലുള്ള ജെറേനിയമാണ്. വെറൈറ്റി. ഇതും കോസ്റ്റ് കുറച്ചിട്ടുള്ള സംഭവമാണ്. ചെടിച്ചട്ടിയൊന്നും വാങ്ങിയില്ല. വേസ്റ്റ് ആയിട്ടുള്ള ഡബ്ബയിലാണ് ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത്. അടിയിലൊരു ഹോളൊന്ന് ഡ്രില്ല് ചെയ്തിട്ട് കൊടുത്താൽ മതി. നിറഞ്ഞ് ഇത് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്ന ജെറേനിയമാണ് കേട്ടോ. ഒരു സ്ഥലത്തുനിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. പക്ഷെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാം പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ടൈം ഉള്ളപ്പോഴത്തേക്ക് വൈകിട്ട് ഞാനൊരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെയാണ് കുറച്ച് സമയം എല്ലാം സ്പെൻഡ് ചെയ്യുന്നത്.
ഇതെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ചേട്ടനുണ്ട്. അപ്പം പുള്ളി നിറയെ വെള്ളം ഒഴിക്കുകയും എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എനിക്ക് ചെടിയെന്ന് വെച്ചാൽ ഭ്രാന്താണ്. അപ്പം ഞാനിതെല്ലാം അതുപോലെ നോക്കി, ഈ ജെറേനിയം വേറെ ഒരു വ്യത്യസ്തമായൊരു ജെറേനിയമാണ്. അതിൻ്റെ ഇലകൾ തന്നെ കണ്ടില്ലേ, മറ്റതുപോലെയല്ല, പൂക്കളാണെങ്കിലും പറയേണ്ടതില്ല. പിന്നെ നമ്മുടെ റോസ്മേരി വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. റോസ്മേരിയും നട്ട് ഗാർഡനിലുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്താവുന്ന കാര്യങ്ങളാണ്. നമുക്ക് മനസ്സ് വേണം കേട്ടോ, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് വേണം. അതുപോലെ പിച്ചി, ഇനിയിപ്പം അങ്ങോട്ട് ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ നാടൻ പിച്ചിപ്പൂ എൻ്റെ തോട്ടത്തിൽ അങ്ങ് നിറയും. അതുപോലെയാണ് ബൊഗൈൻവില്ല എനിക്ക് എല്ലാം കൂടെ നട്ട് എടുക്കാനുള്ളത് പറ്റിയില്ല. ഇത് വേറൊരു സൈസ് ജെറേനിയം ആണ്. നമുക്ക് കാണുമ്പോൾ എല്ലാം റെഡ് പോലെ, പക്ഷെ കളറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇത് നമ്മളെ മുല്ല കേട്ടോ, നമ്മളെ കുടമുല്ലയുണ്ടല്ലോ, കുടമുല്ലയാണ് ഇത്. ഇതിനിയിപ്പം സമ്മറായപ്പോൾ തിളിർത്തൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതും വലിയൊരു ഡ്രമ്മിലാണ് ഞാൻ നട്ടേക്കുന്നത്. അതാകുമ്പോൾ നല്ല വേരൊക്കെ ഓടിയിട്ടേ നമുക്ക് തറയില്ല എന്ന് കരുതി നമ്മളിതൊന്നും കൃഷി ചെയ്യാണ്ടിരിക്കുകയാണ്. നമുക്കൊരു സിമ്മനിട്ട മുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ഡ്രമ്മുകൾ മേടിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച് നമുക്ക് നല്ല പൂന്തോട്ടം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇതുപോലെ ആ വെള്ള റോസ കണ്ടോ പൂത്ത് നിറഞ്ഞ് നിൽക്കുന്നേ. ഇതെൻ്റെ ഒരു അഹങ്കാരമാണ് കേട്ടോ, എൻ്റെ തോട്ടം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ നോക്കുന്നത്. എൻ്റെ ചെടിക്ക് ഭ്രാന്ത് പിടിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു. ഓഫീസിലൊക്കെ എല്ലാവരും വന്നിട്ട് ചോദിക്കും, ചിത്ര തോട്ടത്തിൽ എന്താണ് ചെടിയൊക്കെ നിറഞ്ഞത്? എൻ്റെ റോസയ്ക്കൊക്കെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ്. ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും നോക്കത്തില്ല, നിറയെ അങ്ങ് പൂത്തേക്കും. അത് കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറയും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് നോക്കുക. നിങ്ങൾക്ക് മുറ്റമില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഒരു ഇത്തിരി സ്ഥലമാണ് ഉള്ളെങ്കിൽ അവിടെ ചെടിച്ചട്ടിയോ അതുപോലെ ഇതുപോലെയുള്ള നമ്മളെ വീട്ടിൽ പാഴായി പോണ ബക്കറ്റുകളോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാം മണ്ണ് നിറച്ച് നമുക്ക് ഇതുപോലുള്ള അടിപൊളി ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.